Sisters of FCC India Mission. Ham Jambo sisters. Ham Jambo. എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്താ നിന്റെ അർത്ഥം? How are you? ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാൻ എന്താണാവോ എന്നുള്ളൊരു ശങ്കയോടുകൂടിയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കെനിയ മിഷനിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ആണ്, ശരിക്കും ഒരു കെനിയയുടെ ഒരു നെടുകയുള്ള പരിച്ഛേദം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരുപാട് കെനിയൻ കാഴ്ചകൾ ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന രീതിയിലാണ് FCC കോൺഗ്രിഗേഷൻ്റെ കെനിയ മിഷൻ്റെ ഈ ഒരു സ്റ്റോള് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോളിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. GGM മിഷൻ കോൺഗ്രസിൻ്റെ 4ാമത്തെ ഒരു സീസൺ കടന്നു വരുമ്പോൾ സ്റ്റോളുകൾ ഓരോന്നായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സ്റ്റോളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. FCC കോൺഗ്രിഗേഷൻ്റെ കെനിയൻ മിഷൻ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റോളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോളിൻ്റെ എൻട്രൻസിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു കെനിയൻ ഫാമിലിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ വളർത്തുമൃഗങ്ങളും അവരുടെ പുറത്ത് എന്തോ ധാന്യപ്പൊതികളോ അതൊക്കെ ആയിട്ട് അല്ലേ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കെനിയൻ കുടുംബത്തിൻ്റെ, ഒരു ശരാശരി കുടുംബത്തിൻ്റെ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അവരുടെ വീടാണ് അല്ലേ, കെനിയൻ ഹൗസാണ്. ഇതൊരു സാധാരണ കെനിയൻ ഗ്രാമീണ ഭവനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു കെനിയൻ സിസ്റ്റർ നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യം കണ്ട നമ്മൾ ഒറിജിനൽ ആണോ എന്ന് സംശയിക്കും, പിന്നെയാണ് നമുക്ക് അത് ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാകുക, ഒരു രൂപമാണെന്ന് മനസ്സിലാവുക. അപ്പം ഞാനിവിടെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു സിസ്റ്റർ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അതായത് കെനിയൻ കുടുംബത്തിൽപ്പെട്ട സിസ്റ്റർ തന്നെയാണ്, പക്ഷേ സിസ്റ്റർ വൊക്കേഷൻ കിട്ടി FCC സിസ്റ്റേഴ്സിൻ്റെ കെനിയയിലെ പ്രവർത്തനങ്ങളൊക്കെ അനുഭവിച്ച് അതിലൂടെ ഈശോയെ കണ്ടെത്തി അങ്ങനെ സമർപ്പിത ജീവിതം സ്വീകരിച്ച ഒരു സിസ്റ്ററായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്കൊന്ന് 1989 മുതൽ നടന്നിട്ടുള്ള FCC മിഷൻ പ്രവർത്തനങ്ങൾ, കെനിയയിൽ നടന്നിട്ടുള്ള FCC മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ധാരാളം ദൈവവിളികൾ, പ്രത്യേകിച്ച് സന്യസ്ത ദൈവവിളികൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു എൻട്രൻസിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള കാഴ്ചകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു സ്റ്റാളിന്റെ ഈ ഒരു ഫ്രണ്ട്, ഈ ഒരു പ്രവേശന കവാടം ഒരുക്കിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററാണ്. സിസ്റ്റർ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ ഒന്ന് ഇങ്ങോട്ട് വരാം. എന്താണ് പേര്? സിസ്റ്റർ ടോംസി. ഓക്കെ, തൃശ്ശൂർ തന്നെയാണോ അതോ കെനിയയിലാണോ? ഞാൻ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു എൻട്രൻസ് ഇങ്ങനെ മനോഹരമായ ഒരു കെനിയൻ ഹൗസിന്റെ ഒരു ഫ്രണ്ടേജും അതുപോലെ തന്നെ ഒരു ഫാമിലിനെയും ഒക്കെ ഒരുക്കാനുള്ള ഒരു ആശയം വന്നത് എങ്ങനെയാണ്? ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു എക്സിബിഷനാണ് ആവശ്യപ്പെട്ടതെന്ന് ചിന്തിച്ചപ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, നമ്മുടെ സിസ്റ്റേഴ്സ് ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, ആരുടെ ഇടയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ആ പ്രദേശക്കാരെ ഒന്ന് പുറത്ത് കാണിക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാളിന്റെ പുറത്ത് അവരെ വെച്ച് അവരുടെ വീട്ടിലേക്കുള്ള ഒരു കവാടം തന്നെയായിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വിധത്തിൽ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത്ര രസകരമായിട്ട് ചെയ്തെടുക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെയാണോ? എന്റെ ആശയത്തിന് മിസ്റ്റർ രഘു, മിസ്റ്റർ ശ്രീദാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും അവരുടെ കൂട്ടുകാരും കൂടെ ഇത് തെർമോകോളിലാണ് ഇത് മോൾഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളില് ഒരു പശ പോലെ ഒരു സാധനം വെച്ച് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കെനിയയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഓർണമെന്റ്സ്, പിന്നെ ഡ്രസ്സൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കുകയാണ്. ഈ ഓർണമെന്റ്സ് എല്ലാം ശരിക്കും കെനിയൻ അതേ ശൈലിയിൽ തന്നെ ഉള്ളതാണ്. ഷേപ്പിൽ ഫോട്ടോ നോക്കി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും ഒരു റിയലിസ്റ്റിക് ഫീല് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിന് ആദ്യം തന്നെ നമുക്ക് എല്ലാ ശാലോം TV പ്രേക്ഷകരുടെയും അഭിനന്ദനങ്ങൾ സിസ്റ്ററിനും ഒപ്പം ഫുൾ FCC ടീം മെമ്പേഴ്സിനും നമുക്ക് നേരാം. അതിനുശേഷം അല്ലേ നമുക്കൊന്ന് കൈയടിച്ചാൽ എല്ലാവർക്കും നമുക്ക് തന്നെ അഭിനന്ദിച്ച് നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കെനിയൻ സോങ് ഒക്കെ പാടിയിട്ടാണ് ശരിക്കും ശാലോം TV ടീം ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ വെൽക്കം ചെയ്തത്. അപ്പോൾ അത് ശരിക്കും എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ കെനിയൻ ഡ്രം, പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എനിക്ക് അതിന്റെ പേരറിയില്ല. നമുക്ക് എന്തായാലും അതൊന്ന് പരിചയപ്പെടാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. നമുക്ക് ഇതൊന്ന് നോക്കാം. കെനിയൻ ഡ്രം എന്ന് എഴുതിയിട്ടുണ്ട്, എങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സിസ്റ്റർ പ്ലീസ്.
സിസ്റ്ററിന്റെ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാം. സിസ്റ്റർ റോസ് മെറിൽ. ഞാൻ കെനിയയിൽ വർക്ക് ചെയ്യുന്നു. 7 വർഷത്തോളമായിട്ട് കെനിയയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിലെവിടെയാണ് സ്ഥലം? നാട്ടില് തൃശ്ശൂർ പ്രോവിൻസ്. തൃശ്ശൂർ പ്രോവിൻസ് ആണ്. ഓക്കെ. അല്ല, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മലയാളി എന്നതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ എൻ്റെ ഒരു സ്വന്തം നാടിനോടുള്ളൊരു സംഭവം പുറത്തേക്ക് വന്നേ ഉള്ളൂ. അത് മാറ്റി കളയാം. ഓക്കെ. അപ്പോൾ സിസ്റ്ററിന് എന്താണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഏത് രീതിയിലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ സിസ്റ്റേഴ്സ് ഇത് പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ടോ? കെനിയയിലെ കോമൺ ലാംഗ്വേജ് ആണ് കിസ്വാഹിലി. ആ കിസ്വാഹിലി സോങ്സ് പാടുമ്പോൾ സാധാരണ അവർ ഉപയോഗിക്കുന്ന 2 ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒന്ന് ഡ്രമ്മും മറ്റേത് കയാമ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് അല്ലേ? ഓക്കെ, ഒന്ന് തരാമോ? സാധാരണ നമ്മള് അരി ചേറ്റുന്ന പോലെ അവര് അങ്ങനെയാണോ? ഈ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് കയാമ്പ. സാധാരണ കിസ്വാഹിലി സോങ്സ് പാടുമ്പോൾ അവര് ഇത് അരി ചേറ്റുന്ന പോലെ ഭംഗിയായിട്ട് അത് ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ തന്നെ ഡ്രമ്മും അവരുടെ പാട്ടിന് താളത്തിനനുസരിച്ച് ഡാൻസ് കളിച്ച് അവര് ഉപയോഗിക്കും. ഇതിനകത്ത് ഇത് പുല്ലാണല്ലേ? പുല്ലിന്റെ തണ്ടുകളാണോ? ഓക്കെ ഓക്കെ. 2 സൈഡിലും പുല്ലിന്റെ തണ്ടുകൾ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് മണികള് വെച്ചിട്ട് അതാണ് ഈ കിലുക്കം ശബ്ദം ഉണ്ടാവുന്നത്. ഓക്കെ, അടിപൊളിയാണല്ലോ അല്ലേ? ഈ മുകൾ ഭാഗത്ത് പുല്ലിന്റെ തണ്ടുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ അടിഭാഗത്തും ഉള്ളത്. അത് 2 ലെയറിന്റെ ഉള്ളിൽ ഇവര് മണികൾ ഇട്ടിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി സംഭവമാണ്. നല്ല മ്യൂസിക്കൽ സെൻസ് ഉള്ളവര് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മ്യൂസിക് ഉണ്ടാവും. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വരില്ല. അപ്പൊ എന്തായാലും നമ്മൾ 2 ഇൻസ്ട്രുമെന്റ്സും നമ്മൾ പരിചയപ്പെട്ടു. കെനിയയിലുള്ള വളരെ മനോഹരമായിട്ട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പരിചയപ്പെട്ടു. എനിക്ക് തോന്നുന്നത് നമ്മൾ പള്ളിയിലകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സ്റ്റോളിനകത്തേക്ക് കിടക്കാം. സ്റ്റോളിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ? അശാന്തേ, വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോള്. ശരിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കാണാനായിട്ടുണ്ട്. കെനിയയിലെ ഒരു യഥാർത്ഥ ഗ്രാമീണ ജീവിതം, അവർ ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് ഓരോ ദിവസവും എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു TV സ്ക്രീനിനകത്ത് ഒരു ഡോക്യുമെൻ്ററി, കെനിയൻ ലൈഫിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി വളരെ രസകരമായിട്ട് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ രസകരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. കെനിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് തല ഉയർത്തി നോക്കുന്ന ജിറാഫുകൾ പോലെ ഇവിടെ ഒരു വീടിന്റെ ചുറ്റും അല്ലെ പല ജിറാഫുകളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ കുറെ ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട, നല്ല ഒറിജിനൽ അല്ലേ ഇത്? ഒറിജിനൽ എടുക്കാവോ? അത് കുഞ്ഞുണ്ടോ അതിനകത്ത്? ഇല്ല, വെയിറ്റ് കുറവാ. കണ്ടോ, ഷെല്ല് മാത്രമേ ഉള്ളൂ. ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് കെനിയൻ ലൈഫ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഇതെന്താണ് സംഭവം? ഇതൊരു ഫ്രൂട്ടാണ്, ബൗബോ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ബൗബാബ് എന്നാണോ? ബൗബാബ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. കിലുങ്ങുന്നുണ്ട്. ഇത് ഡ്രൈ ആണോ? ഫ്രൂട്ട് അത്രയും തീരെ പാവപ്പെട്ടവര് ഇങ്ങനെ ഇത് എടുത്ത് പൊളിച്ച് അതിലൊരു സീഡ് ഉണ്ടാവും. അത് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അത് കുറച്ചൊരു സോർ ടേസ്റ്റ് ആണ്. പുളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോ ഇവിടെ മനോഹരമായിട്ടൊരു ശില്പം കണ്ടു. ഒരു അമ്മ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് അത് മാതാവും ഉണ്ണീശോയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെയാണോ? ഓ, ഓക്കെ. സിസ്റ്ററിന്റെ പേര്? സിസ്റ്റർ റോണി. റോണി. എത്ര വർഷമായി കെനിയയിൽ പോയിട്ട്? ഇപ്പൊ അവിടെയാണോ? പോയിട്ടുണ്ടോ? അതെ, അവിടെയാണ്. ഇപ്പൊ വെക്കേഷനിൽ ഹോളിഡേസിന് വന്നതാണ്. ഓക്കെ. എത്ര വർഷമായി അവിടെ സർവീസ്? 2 വർഷമായിട്ട് പോയിട്ട്. ഓക്കെ. കേരളത്തിൽ എവിടെയാണ് സ്ഥലം? തൃശ്ശൂർ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത് അവിടുത്തെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മാതാവിന്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് അവര് വീടുകളിൽ വെച്ച് പ്രാർത്ഥിക്കുവോ അതോ സാധാരണ? പൊതുവെ ചില വീടുകളിലൊന്നും അങ്ങനെ നമ്മളുടെ ഇവിടെയുള്ള പോലെ രൂപങ്ങളൊന്നും വെച്ച് പ്രാർത്ഥിക്കില്ല. പള്ളികളിലൊക്കെയാണ് നമ്മൾ അധികം. കോൺവെന്റുകളിലും പള്ളികളിലും ഒക്കെ അങ്ങനത്തെ സ്റ്റാച്ചു ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇത്
ആർമി ഒരു പഴയ അവിടുത്തെ പരമ്പരാഗത ഗോത്ര വസ്ത്രമാണ് അത്. മസായികളുടെ മസായി അല്ലേ? മസായി ആണോ? മസായി വർഗം അവരുടെ കുന്തവും പരിചയവും അവരുടെ ഗോത്ര വസ്ത്രവും ആഭരണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മരത്തിന്റെ ഒരു ശില്പം മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതിനോട് സമാനമായ പിന്നെ ഇവിടെ ഇത് അതിന്റെ എന്തെങ്കിലും ഫ്രൂട്ടിന്റെ ഷെല്ലാണോ? അതെ, അത് കലബാഷ് എന്ന് പറയും. കലബാഷ് എന്നാണ് അവിടെ പറയാ. അതൊരു ഫ്രൂട്ടാണ്. പച്ചയിൽ അതൊരു വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കും. ഉണക്കിയിട്ട് അവർ ഇത് പാത്രങ്ങളായി അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. ഇതിനകത്ത് ചെറിയ കിലുക്കമുണ്ട്. ഓഡിയോ കിട്ടുന്നുണ്ടാവും വിചാരിക്കുന്നു. വിത്തൊക്കെ എടുത്തു വെക്കാനും അങ്ങനെയുള്ള ഒരു പല ഷേപ്പുള്ള പാത്രങ്ങൾ മുറിച്ചെടുത്ത് പല രീതിയിൽ ഷേപ്പാക്കി. ഇത് അത്യാവശ്യം ഉറപ്പുണ്ടല്ലേ? ഉറപ്പുണ്ട്, നല്ല ഉറപ്പുള്ള. ഇതും അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ അല്ലേ? അതെ അതെ. ഇത് ഈ പാത്രങ്ങൾ എടുത്തു പിന്നെ കൂടുതലായിട്ട് വെള്ളം എടുക്കുക അല്ലെങ്കിൽ ധാന്യങ്ങൾ എടുക്കുക, എടുത്തു വെക്കുന്ന ധാന്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇതിപ്പോ അടപ്പ് പോലെ ഇതിന്റെ തന്നെ ഭാഗം മുറിച്ച് അടപ്പ് പോലെ യൂസ് ചെയ്യാം. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കുടിക്കാം. ഓക്കെ. അപ്പൊ പ്രകൃതി തന്നെ അവർക്ക് കുറെ പാത്രങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മനോഹരമായിട്ട് ഒരുപാട് ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ ബൈബിൾ ഇരിക്കുന്നുണ്ട് അല്ലെ? അവരുടെ ഭാഷയാണ്. തക്കാത്തീഫ് ആണോ? ബിബ്ലിയ ടക്കാറ്റീഫ് എന്ന് പറയാ ബൈബിളിനെ. അവരുടെ ബൈബിളില് അവരുടെ ഭാഷയിലാണ്. അതുപോലെ തന്നെ ഇവിടെ പൈസ ഒക്കെ വെച്ചിട്ടുണ്ട്. കെനിയൻ പൈസ, നാണയങ്ങള്, കെനിയൻ ഷില്ലിംഗ് എന്നാണ് പറയാ. നമ്മുടെ രൂപ അല്ലെങ്കിൽ ഡോളർ എന്നൊക്കെ പറയുന്നതിന് പകരം കെനിയൻ ഷില്ലിംഗ് എന്നാണ് പറയാ. അതിന്റെ നാണയങ്ങളും നോട്ടും അല്ലെ, 500ന്റെ നോട്ടൊക്കെ ഇവിടെ, ഷില്ലിങ്ങിന്റെ നോട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഒരെണ്ണം മാത്രമാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് കിട്ടുമെങ്കിൽ ഒത്തിരി കൊണ്ടുവരുമായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരെണ്ണം ഒറിജിനല് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ വരും? അല്ലെങ്കിൽ അവിടുത്തെ ഷില്ലിംഗ് ഒരു 3000 ഷില്ലിംഗെങ്കിലും വരും. 3000 ഷില്ലിംഗ് വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അവിടെ ഓസ്ട്രിച്ച് പാർക്ക് ഉണ്ട്. അപ്പൊ അവിടെ ആ പാർക്കിൽ നിന്ന് ഒരു പെർമിഷൻ ലെറ്റർ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ എത്ര രൂപ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരു ഏകദേശം 1500 രൂപ 1500 രൂപയാവും. 1.5. അത് നമ്മൾക്ക് മൂല്യം കൂടുതലാ രൂപയ്ക്ക് മൂല്യം കൂടുതലാണ്. രൂപയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ മൂല്യം കൂടുതലുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും കെനിയയിൽ FCC മിഷൻ ആരംഭിച്ചത് എങ്ങനെയാണ്, ആദ്യകാലത്തെ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു, അതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. സിസ്റ്ററിന്റെ പേര്? എന്റെ പേര് സിസ്റ്റർ സെലിൻ. സെലിൻ സിസ്റ്റർ എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിൽ കെനിയയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അല്ലെ? ഏകദേശം എത്ര നാളുണ്ടായിരുന്നു? അതുപോലെ തന്നെ ഈ ഒരു കെനിയൻ മിഷൻ ആരംഭിച്ചത് എങ്ങനെയാണ്? ആരംഭ നാളുകളിൽ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളായ സിസ്റ്റേഴ്സ് ഒക്കെ അവിടെ പുതിയൊരു സ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടുണ്ട്? ഞങ്ങള് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ ആദ്യമായി കെനിയയിലേക്ക് പോയത് 1989-ലാണ്. അന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്വന്തമായൊരു മിഷൻ ഏരിയകളോ അങ്ങനെ ഫിക്സ്ഡ് ചെയ്തിട്ടുള്ള ഏരിയകളൊന്നും ഉണ്ടായിരുന്നില്ല. മലയാളികൾ തന്നെ വളരെ കുറവായിരുന്നു. CMI ഫാദേഴ്സ് ആണ്. അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞങ്ങൾ FCC അവിടേക്ക് കെനിയയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വളരെ ദാരിദ്ര്യ അവസ്ഥകളാണ്. ഇവൻ കുടിവെള്ളം പോലും നമുക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ 2001-ലാണ് അവിടെ ചെല്ലുന്നത്. അന്ന് പോലും കുളിക്കാനായിട്ട് എനിക്ക് കിട്ടിയത് 1 കപ്പ് വെള്ളമാണ് യഥാർത്ഥത്തിൽ. അത്രയധികം വെള്ളത്തിന് ദാരിദ്ര്യം. അതുപോലെ തന്നെ റോഡുകളില്ല, ഇനി ആസ്പത്രി സൗകര്യങ്ങളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറവ്. ഗവൺമെന്റിന്റെ കുറച്ച് സ്കൂളുകൾ ഉണ്ടെങ്കിലും അങ്ങനെ ശരിയായ ഒരു വിദ്യാഭ്യാസ രീതിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലായിരുന്നു. അപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുതലും ഒരു വീട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ടാവും. 10, 12, 15 കുട്ടികളുണ്ടാവും. അപ്പോൾ പേരൻസിന് ആ കുട്ടികളെ സ്കൂളിലേക്ക് വിടാന്നുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു പ്രവേശനം ഞങ്ങളുടെ മനസ്സിലേക്ക് അവിടുത്തെ സ്ഥിതിഗതികൾ പഠിച്ചപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലായി. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജീവിത രീതികളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ പെൺകുട്ടികൾക്ക് ബോർഡിംഗ് സ്കൂളുകൾ ഞങ്ങൾ സ്ഥാപിക്കാന്നുള്ളത് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഒരുപാട് അംഗവൈകല്യം അനുഭവിച്ച് കഴിയുന്ന കുട്ടികൾ, ഇവരൊക്കെ വീടുകളിൽ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഒരു ജീവിത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആശയങ്ങളും ഞങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം പ്രചോദിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിന്തകളോടുകൂടി ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുറച്ച് ഡിസ്പെൻസറികൾ, അതുപോലെ അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് നോക്കുമ്പോൾ
ഒരുപാട് കാര്യങ്ങളിൽ വളർച്ചകൾ വന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അന്ന് നമ്മളിപ്പം ഈ ഒരു പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആ ഒരു ആരംഭ കാലഘട്ടത്തിൽ CMI ഫാദേഴ്സും തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒരു പിന്തുണയും സ്നേഹവും സഹകരണവും ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? കെനിയ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവേശനം മിഷണറിമാരെ അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സ്വാഗതം ചെയ്തിരുന്നത്. ഈവൻ പള്ളികളിലായാലും മറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും മറ്റ് ഓഫീസുകളിലായാലും അവർ ഏത് വിധത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് തയ്യാറായിരുന്നു. ഈവൻ ഞങ്ങളുടെ തന്നെ ഒരിക്കൽ എൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ അറിയാവുന്നതിന് മുൻപ് തന്നെ നമുക്കത് എത്തിച്ചു തരുന്നതിൽ അവരുദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പിന്നെ നമുക്കന്ന് തോന്നും കുറേ അറിവുറവുകളും ഉള്ളതായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ വിദ്യാഭ്യാസ രീതികളിലൊക്കെ അവർ വളർന്നു വന്നു. ഇനിയും ഒരുപാട് മേഖലകളിൽ അവർ വളരാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും റോഡുകളുടെ കാര്യങ്ങളൊന്നും ഓക്കെ അല്ല. അങ്ങനെ കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളിലും ഒന്നും പൂർണ്ണമായും നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്തിൻ്റെന്നാലും ഇപ്പോൾ ഈ മഴവെള്ളം ശേഖരണം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അവയർനെസ് കൊടുത്ത് അങ്ങനെ ചെറുതായിട്ട് സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പം ഈ ഒരുപാട് ഗുണ്ടാ സംഘങ്ങളും അങ്ങനെയൊക്കെ പൊതുവേ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭരണത്തിലുള്ള ഒരു അസ്ഥിരത, ഗുണ്ടാ സംഘങ്ങൾ, അക്രമങ്ങൾ, പരസ്പരമുള്ള വെടിവെപ്പുകൾ, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ നടക്കുന്നു, മോഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് സിസ്റ്റേഴ്സിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? സിസ്റ്റേഴ്സിന് നേരെ ഇതുപോലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടോ? ഞാൻ ആരും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ ഒരു യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ടോ? ഒരു സംശയം എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നമുക്ക് പഴയ ഓർമ്മകൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതല്ല. ഇങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നമുക്കും അതൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണല്ലോ. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ തന്നെ തീവ്രവാദികൾ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചില കോൺവെന്റുകൾ ഞങ്ങൾ വളരെ ദരിദ്രമായ സ്ഥിതിയിലാണ്. അത് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി കളക്ഷനൊക്കെ കിട്ടി അങ്ങനെ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ പോലും ഇവർ വന്ന് എടുത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒപ്പം തന്നെ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങളുടെ ഒരു കോൺവെന്റ് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞങ്ങളവിടെ ഒരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളും ഡിസേബിൾഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനവും പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് സഹായമൊക്കെ കിട്ടിയായിരുന്നു. ഒരു ദിവസം ഒരു 25 അവർ ഗ്രൂപ്പായിട്ട് വരാം, 25 ഗ്രൂപ്പുകൾ പേരുള്ള ഗ്രൂപ്പായിട്ട് വന്ന് അവർ ഈ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയി. ഇതറിഞ്ഞ് വേഗം ബിഷപ്പും വൈദികരും അതുപോലെ തന്നെ ബിഷപ്പിനെ അവിടെ വളരെ ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ അവര് ഗവൺമെന്റിലേക്ക് അറിയിച്ച് അവര് അന്ന് തന്നെ ഞങ്ങൾക്ക് ലൈറ്റ് അറേഞ്ച്മെന്റുകൾ, അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല, സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് എത്രയും വേഗം ചെയ്തു തന്നു. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഉള്ള തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ഇല്ലാതെയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സംഗതികളിൽ കുറവ് വന്നിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലത്ത് വരുന്ന ഭരണാധികാരികൾ അതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് പീപ്പിളിന് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. നമുക്കിനി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചറിയാം. ഏത് രീതിയിലാണ് ഇപ്പോൾ കെനിയൻ മിഷൻ മുന്നോട്ട് പോകുന്നത്, ഒപ്പം അവിടുത്തെ ജനജീവിതം ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സിസ്റ്റർ ഒന്ന് ഇങ്ങോട്ട് വരാം. സിസ്റ്ററിന്റെ പേരെന്താണ്? ഞാൻ സിസ്റ്റർ മേരി ഹെലൻ. ഓക്കെ. കേരളത്തിൽ എവിടെയാണ്? ഞാൻ കേരളത്തിൽ തൃശ്ശൂര് തന്നെയാണ്. ഓക്കെ. കെനിയയിൽ എത്ര നാളുണ്ടായിരുന്നു? കെനിയയിൽ 5 വർഷം. 5 വർഷം ഉണ്ടായിരുന്നു. അടുത്ത മാസം വീണ്ടും തിരിച്ചു പോകാണ്. ഓക്കെ. അപ്പം ഈ ഒരു 5 വർഷം അവിടെ ശുശ്രൂഷ ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് ഈ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴും അവരുടെ കുടുംബങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴും ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഇവർ കടന്നു പോകുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ ഒരവസ്ഥ, അവരുടെ കുടുംബത്തിന്റെ ഒരു വളരെ പരിമിതമായ സാഹചര്യങ്ങൾ, ഇതൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അത് എത്രത്തോളം ഒരു രൂക്ഷമാണ്? അത് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ അവിടെ എത്തിപ്പെട്ടത് 2004, 2009 5 വർഷമാണ് ഞാൻ ലീവ് എടുത്ത് അവിടെ പോയതാണ്. അന്ന് ഞാൻ പോയത് കിറ്റ്വി ഡയസിസിലെ വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമായ കമുവാങ്കോ, തികച്ചും അവികസിതവും വളരെ ദാരിദ്ര്യപൂർണമായ ഒരു ഗ്രാമത്തിലെ ഒരു പാരീഷിലാണ് നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ആരംഭത്തിൽ ചെന്ന് ഞങ്ങൾ ചെറിയൊരു ഡിസ്പെൻസറി സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അതിൽ തന്നെയായിരുന്നു താമസം. വില്ലേജിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു.
അവരുടെ ദാരിദ്ര്യപൂർണമായ അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ കാനഡയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രോജക്റ്റ് എഴുതി ഒരു പുതിയ പ്രോജക്റ്റ് സംരംഭം സ്റ്റാർട്ട് ചെയ്തു 2006 മേഴ്സി കെയർ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അത് വളരെ സക്സസീവായിട്ട് ഒരുപാട് 1,600 കുട്ടികളെ പഠിപ്പിക്കുക, 1,600 കുട്ടികളെ ദത്തെടുത്ത് സഹായിച്ച് വളരെ വികസിതമായ രീതിയിലേക്ക് ഫാമിലികളിൽ ലൊക്കേഷനിൽ വളർത്താൻ പറ്റുന്നൊരു പ്രവർത്തനമായിട്ട് അത് മാറിക്കഴിഞ്ഞു. അതേസമയം ചില വർഷങ്ങളിൽ അവിടെ മഴ വളരെ വളരെ കുറവാണ്. ഇത് കമുവാങ് എന്ന് പറയുന്നത് വളരെ ഒരു സെമി ഏരിയ ആണ്. വളരെ വെള്ളത്തിന് ദൗർബല്യം എന്ന് പറഞ്ഞാൽ വളരെ ക്ഷാമമാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് മഴയില്ലെങ്കിൽ മേയ്സും രാവിലെ ഭക്ഷണത്തിന് വളരെ ദാരിദ്ര്യം. UN എന്നൊക്കെ വളരെ സഹായം കൊടുക്കാറുണ്ട്. നമ്മളും നമ്മുടെ പ്രോജക്റ്റ് വഴി ഫുഡ് ഐറ്റംസ് മറ്റൊക്കെ ധാരാളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഈ പ്രോജക്റ്റ് വഴി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഡ്രോട്ട്സ് ഉള്ള വർഷങ്ങളിലെ ഒട്ടും കൃഷിയില്ലാത്ത സമയത്ത് ദാരിദ്ര്യപരമായ മേഖലയിൽ വന്ന കുട്ടിയുടെ ആ ഒരു ഡോക്യുമെന്ററിയാണ് നമ്മളിതിൽ മേഴ്സി കെയറിന്റെ ഭാഗമായിട്ട് എടുത്തതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. മേരി മിഖായലി എന്ന് പറയുന്ന കുട്ടി, ആ 20 വയസ്സുള്ള കുട്ടി, ആ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം തൻ്റെ ദാരിദ്ര്യപൂർണമായ അവസ്ഥ വളരെ ശോചനീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വിഷ്വലിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന അധ്യാപകനും കുട്ടിയായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ വളരെ ഭംഗിയായിട്ട് അത് എടുത്തു പറയുന്നുണ്ട്. ആ ദാരിദ്ര്യപൂർണ്ണ അവസ്ഥയിലേക്ക് ആ വീടുകളിലേക്ക് നമ്മുടെ മേഴ്സി കെയറിന്റെ പ്രവർത്തകർ കൊണ്ടുപോയി വിസിറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നീണ്ട വർഷത്തെ ഇതിന് ശേഷം ഞാൻ ഈ 31-ന് റിട്ടയർ ചെയ്തു. അടുത്ത മാസം വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക എന്നുള്ളത്. വളരെ ഹൃദയസ്പർശിയായ ദാരിദ്ര്യപൂർണമായ അവസ്ഥ ഡോക്യുമെന്ററിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കാണാം. എല്ലാ ശാലവും പ്രേക്ഷകർക്കായിട്ട് അത് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നമുക്ക് ആ ഡോക്യുമെന്ററി കണ്ട് തിരിച്ചു വരാം. ഈ ഡോക്യുമെന്ററിയിലെ ഈ കുട്ടിയുടെ പേരാണ് മേരി മിക്കാളി. 20 വയസ്സുള്ള കുട്ടിയാണ്. അവരുടെ ഫാമിലിയിൽ 5 പേരുണ്ട്. അവർ ഓർഫൺസ് ആണ്, അവർക്ക് പാരൻസ് ഇല്ല. മിങ്കി എന്ന് പറഞ്ഞ റീജിയണിൽ പെട്ട സ്ഥലമാണ് ഞങ്ങളുടെ കമുവോങ്കോ. ഒരുപാട് ഭക്ഷണത്തിന് അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാലീസ് എന്ന പ്രോജക്റ്റ് വഴി അവർക്ക് സഹായവും ലഭിക്കുന്നുണ്ട്. ഈ സമയത്തുള്ള ഒരു ഡ്രൗട്ടിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർക്ക് ഭക്ഷണം കിട്ടാനായിട്ട് ഒരിടത്തുനിന്നും ഭക്ഷണം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ കുട്ടികൾ താഴെയുള്ള ഈ പെൺകുട്ടിയുടെ താഴെയുള്ള സഹോദരന്മാരും എല്ലാം ഓരോ തരത്തിലുള്ള ജോലികൾ അന്വേഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടിക്ക് എന്ന് പറയുന്നത് ഈ ഡ്രൗട്ടിൻ്റെ ഭാഗമായിട്ടാണോ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോകേണ്ടി വന്നു. മാത്രമല്ല ആ പെൺകുട്ടിക്ക് ഒരു കുട്ടിയുണ്ടായി. പിന്നെ അപ്പോൾ വീട്ടിലെ അംഗങ്ങൾ കൂടി, പക്ഷെ അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവരെ നോക്കാനായിട്ട് ഭക്ഷണത്തിനായാലും വെള്ളത്തിനായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നൊരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇത് യഥാർത്ഥത്തിലുള്ള അവരുടെ ജീവിതം തന്നെയാണ്. പിന്നെ അവര് ഈ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ പ്രഗ്നൻ്റ് ആവുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുക എന്നുള്ളതൊക്കെയാണ്. അവർക്കൊരു ജോലിയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഒരിടത്തുനിന്നും അവർക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് ഒരു കുട്ടിയുള്ള ആളുകൾക്ക് പോയി ജോലി ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. ഭക്ഷണം ഇല്ല, സ്കൂൾ ഫീസ് അടയ്ക്കാനും മാർഗമില്ല. പിന്നെ സ്കൂളിൽ പോവാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല മറ്റൊരു ജോലിക്ക് പോകാൻ, ഭക്ഷണം വാങ്ങാൻ പൈസയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടി പ്രത്യേകിച്ച് അത് ഷെയർ ചെയ്യുന്നത് തന്നെ. നമുക്ക് കാണാം ഒരു പ്രത്യേകതരം ഫ്രൂട്ട്, അത് പൊളിച്ച് അതിൻ്റെ വിത്തെടുത്ത് തിളപ്പിച്ചാണ് അവരാ കഴിക്കുന്നത്. ഒരു ചെറിയ പുളിപ്പ് രസം അത്രയേ ഉള്ളൂ അതിന്. വേറെ ഒരു പ്രത്യേക ഭക്ഷണമൊന്നല്ല അത് വിശപ്പ് അകറ്റാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു മാർഗം. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ കണ്ടറിയാം എത്രമാത്രം അവർ ഈ ഡ്രൗട്ട് എഫക്റ്റഡ് ആണ് എന്ന്. അതായത് വെള്ളത്തിന് വേണ്ടി അലയുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മേരി മിക്കാളി എന്ന പെൺകുട്ടിയുടെ ഈ ജീവിത കഥ. ഇത് ഈ കെനിയയിലെ ഒരു പെൺകുട്ടിയുടെ കഥയല്ല, അനേക ലക്ഷങ്ങളിൽ ഒരാൾ, അങ്ങനെ പറയാൻ കഴിയും. തീർച്ചയായിട്ടും അത് ശരിക്കും വളരെ ഹൃദയസ്പർശിയായ ഒരു ദൃശ്യാനുഭവം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇന്നും കെനിയയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന, അവർ കടന്നു പോകുന്ന ജലദൗർലഭ്യം ഉൾപ്പെടെയുള്ള അവരുടെ ആ അതിദാരിദ്ര്യത്തിന്റെ അവസ്ഥകൾ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ എന്താ പറയുക, യാഥാർത്ഥ്യത്തോട് ശരിക്കും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഇത്രയും ദാരുണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഇടയിൽ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സിസ്റ്റേഴ്സിന് കുറെ ആഗ്രഹങ്ങളുണ്ടാവും കുറെ പ്രവർത്തിക്കാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് റിസോഴ്സുകൾ വേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം കാനഡയുമായി ബന്ധപ്പെട്ട അല്ലെ, കനേഡിയൻ സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ്, ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ആ ഡോക്യുമെന്ററിക്കകത്ത് അതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ച് പോകുന്നുണ്ട്. അതിനെ കുറിച്ചൊന്നൊരു വ്യക്തത തന്നാൽ നന്നായിരിക്കും. കാനഡയിൽ നിന്നുള്ളൊരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണത്. അവിടെ നിന്നുള്ള ഒരു പ്രോജക്റ്റ്, അത് അതിന്റെ ഒരു ലോകം വേൾഡ് വൈഡ് അവർക്കൊരു സൈറ്റുകളുണ്ട്, ഓരോ സൈറ്റ് ഉണ്ട് ഇങ്ങനത്തെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏരിയകളിൽ അവര് ദത്തെടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന സ്പോൺസേഴ്സ്. അതായത് കെനിയയിൽ നിന്നുള്ള ഒരുപാട് പേര് സ്പോൺസർ ചെയ്യും ഓരോ കുട്ടികളെ. ഞങ്ങൾക്കൊരു സൈറ്റ് ഉണ്ട് ഇതുപോലെ കമുവോങ്കോയിൽ. അതിന്റെ പേരാണ് മേഴ്സി കെയർ. ഞങ്ങളുടെ സൈറ്റിന്റെ പേരാണ്. അവിടെ ഇപ്പൊ 600ഓളം കുട്ടികൾക്ക് അവിടെ നിന്ന് സ്പോൺസർഷിപ്പ് ഉണ്ട്. അവര് ഹെൽപ്പ് ചെയ്യും. അപ്പൊ 3 മാസത്തിലൊരിക്കലാണ് ഫണ്ട് വരാ. അപ്പൊ അത് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി, അത് ഒരു വലിയ ഫണ്ടല്ല ഇത്. എന്താ പറയാ, ഒരു മുഴുപ്പട്ടണയിൽ നിന്ന് ഒരു അരപ്പട്ടണ, കുറച്ച് ഒരു സഹായം, ഒരു കൊച്ചു സഹായം. അവർക്ക് ഭക്ഷണത്തിനും പഠനത്തിനും എല്ലാം കൂടി ഇത് തികഞ്ഞിട്ടല്ല, പക്ഷെ ഒരു കൊച്ചു സഹായം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ, പിന്തുണ കിട്ടാനായിട്ട് ഈ ചാലീസ് വളരെയധികം സഹായകമാണ്. പിന്നെ ഇതുപോലെയുള്ള ഡ്രൗട്ട് എഫക്റ്റഡ് സമയങ്ങളിലൊക്കെ നമ്മള് അവരോട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെയുള്ള വലിയ സംരംഭങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അവര് അയക്കും, ചെയ്യാറുണ്ട്, സഹായമുണ്ട്. അതൊക്കെ ഒരു വലിയ ആശ്വാസമാണ് നമുക്ക്. അപ്പൊ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ട് ജീവിതത്തിൽ ഉയർന്നു പോയിട്ടുള്ള ആളുകള്, വിദ്യാഭ്യാസം നേടുകയും ജോലി നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ആയി വരുന്നേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാല് ഇവരുടെ പഠനകാലത്താണ് കൂടുതലായിട്ട് നമ്മളവിടെ സഹായിക്കുക. ഒരു ജോലി കിട്ടി പിന്നെ ഒരു ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമുക്ക് ഇവര് ഒരു സമയമുണ്ട്, ആ പഠനം കഴിഞ്ഞാൽ നമുക്ക് അവരെ സഹായിക്കണമെങ്കിൽ നമ്മള് സഹായിക്കണം. അതിനൊരു ഫണ്ട് ഇല്ല, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് റിസോഴ്സ് ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ശരിക്കും സിസ്റ്റേഴ്സിനെ നമ്മൾ അല്ലെങ്കിൽ ഈ കേരള സഭ ഒരുപാട് സഹായിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമുക്കിപ്പം കേരളത്തിൽ ഇപ്പോഴും മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ കടന്നു വരുന്നത് നോർത്ത് ഇന്ത്യൻ മിഷൻ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നമ്മുടെ സിസ്റ്റേഴ്സും വൈദികരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ ഒരു ദാരിദ്ര്യവും അവിടുത്തെ അവസ്ഥകളും ഒക്കെയാണ്. അവിടെ നമ്മുടെ സഭ, ഈവൻ പള്ളി പോലും, ചെറിയ കുടിലുകൾ പോലുള്ള പള്ളികളുള്ള ഒരു സാഹചര്യമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കെനിയ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള സിസ്റ്റേഴ്സ്, ഈ പ്രിയപ്പെട്ട FCC സിസ്റ്റേഴ്സ്, നമ്മൾ ഈ ഒരു സ്റ്റോളിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി പേരെ കണ്ടിരുന്നു. ഇവരൊക്കെ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ പോയി ചെയ്യുന്ന വലിയ അധ്വാനം, ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെ സഹായങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമോ അതെല്ലാം ശേഖരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനതയെ അവരുടെ ആ അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും ഉയർത്തിയെടുക്കാൻ അവർ പരിശ്രമിക്കുമ്പോൾ അവരെ സഹായിക്കേണ്ടത്, അവർക്ക് സാധിക്കുന്ന രീതിയിൽ പിന്തുണ കൊടുക്കേണ്ടത്, എനിക്ക് തോന്നുന്നു എല്ലാ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ പിതാവായ ദൈവത്തിന്റെ മക്കളാണ് എന്ന ചിന്തയിൽ നമ്മളൊക്കെ ഈ സിസ്റ്റേഴ്സിനോട് ചേർന്ന് നിന്ന് ഇവരെ സഹായിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ. പ്രത്യേകിച്ച് ഫിയാത്ത് മിഷനൊക്കെ ഇത്രയും അധ്വാനിച്ച്, ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും വലിയ രീതിയിൽ സംഘടിപ്പിച്ച് ഈ ഗ്രേറ്റ് മിഷൻ ഗ്യാതറിംഗ്, GGM മിഷൻ കോൺഗ്രസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം ഇത്തരത്തിൽ അഗതികളായ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് പേരെ സഹായിക്കുക എന്നതുകൂടി ഒരു ലക്ഷ്യമാണ്. അവരെ സഹായിക്കാൻ പ്രത്യേകിച്ചും ഇങ്ങനെ മുന്നിട്ടിറങ്ങിയിട്ടുള്ള സന്യാസിനിമാരെ, മിഷണറിമാരെ സഹായിക്കുക, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നതുകൂടിയാണ് ഒരു ലക്ഷ്യം. അപ്പം അതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സിനെ സഹായിക്കാൻ, സിസ്റ്റേഴ്സിലൂടെ അവർ പ്രവർത്തിക്കുന്ന മിഷൻ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനൊക്കെ നമുക്ക് സാധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നത്. സിസ്റ്റേഴ്സിന് എന്താണ്, ഏത് രീതിയിൽ ഇപ്പം FCC കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ട് കെനിയയിൽ FCC കോൺഗ്രിഗേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്ന രീതിയിൽ സഹായം ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഏത് രീതിയിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ശാലോം TV പ്രേക്ഷകരോട് ഞാനൊരു മിഷൻ അപ്പീൽ നടത്താണ്. അതായത് നമ്മള് നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതിലും എന്താ പറയാ, നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ശതമാനം കൂടുതലാണ് കെനിയയിൽ. പലതരത്തിലുള്ള ആളുകളുണ്ട്, പക്ഷെ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനും അഭ്യർത്ഥിക്കുകയാണ്, അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെയും മറ്റേതെങ്കിലും തരത്തിലൂടെയൊക്കെ സഹായിക്കാം. അങ്ങനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ FCC കോൺഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്ത് വലിയ നന്ദിയുണ്ട്, പ്രത്യേകിച്ച് ശാലോം ടെലിവിഷനോടും ഒക്കെ നന്ദിയുണ്ട്.
ഞങ്ങളുടെ ഈ മിഷന്റെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നന്ദി. താങ്ക് യു. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ FCC കോൺഗ്രിഗേഷനുമായി ചേർന്ന് നിന്ന് FCC കോൺഗ്രിഗേഷൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഇത്തരത്തിൽ അതിദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ജനതകളെ സഹായിക്കാൻ സാധിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പരിശ്രമിക്കാം. ഇത്തരം അവസരങ്ങൾ ഒരുക്കുന്ന ഫിയാത്ത് മിഷനോട് ചേർന്നുകൊണ്ട്, കേരള സഭയോട് ചേർന്നുകൊണ്ട്, വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ദാരിദ്ര്യം കൊണ്ട് വലയുന്ന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സന്യാസ സഭകളുടെ കൂടെ ചേർന്നുകൊണ്ട് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതത്തിലേക്ക് പുരോഗതിയും വികസനവും ഒക്കെ തന്നെ കൊണ്ടുവരാൻ, ഒപ്പം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ അവരെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അവരുടെ ചുറ്റും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ നമുക്കും പങ്കുചേരാം. അപ്പോൾ നമ്മുടെ കെനിയൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നമുക്ക് വീണ്ടും ഇനിയും ഒത്തിരി സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യാനുണ്ട്. കൂടുതൽ മറ്റ് സ്റ്റാളുകളുടെ, മറ്റ് സന്യാസ സഭകളുടെയും രൂപതകളുടെയും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ജയ് യേശു അല്ലേ, എന്താ പറയാ? തുംസിഫു യേശു ക്രിസ്തു. കെനിയയിൽ അങ്ങനെയാണ് പറയാ, തുംസിഫു യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ തുംസിഫു യേശു ക്രിസ്തു.